സമ്മേളനം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ആ ചടങ്ങിലേക്ക് നീങ്ങുന്നതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്. വന്ദേ മാതരത്തിനായി തയ്യാറായിട്ടുള്ള തീർത്ഥ എസ് നായർ വേദിയുടെ സമീപത്തേക്ക് എത്തിച്ചേരേണ്ടതാണ്. വന്ദേ മാതരം ശ്രീ തീർത്ഥ എസ് നായർ വരുന്നു. മധു, ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ, വയനാട് ലോക്സഭാ മണ്ഡലം കൺവീനർ. जय बोलो भारत माता की। ആദരണീയനും ബഹുമാനീയനുമായ ഈ യാത്രയുടെ നായകൻ കെ സുരേന്ദ്രൻജി, വേദിയിലും സദസ്സിലുമിരിക്കുന്ന മറ്റ് പ്രിയങ്കരും ബഹുമാനപ്പെട്ടവരുമായിട്ടുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ, പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, എൻ്റെ വിനീതമായ കൂപ്പുകൈ. നമുക്കറിയാം, പുതിയ കേരളം മോദിക്കൊപ്പം, മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യമുയർത്തിക്കൊണ്ട് ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ കേരള പദയാത്ര നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും പദയാത്രകൾ നടക്കുകയാണ്. അതിനോടനുബന്ധിച്ചുള്ള പദയാത്രയ്ക്കാണ് ഈ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. സമയം വളരെ വൈകിയിട്ടുണ്ട്. നമുക്ക് പരിപാടികൾ ആരംഭിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ കൽപ്പറ്റയിൽ നിന്ന് മുട്ടിലേക്കാണ് നമ്മുടെ പദയാത്ര. ആ പദയാത്രയിൽ അണിനിരക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായും ഇവിടെ ഈ ആളുകളെല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. അതെല്ലാവർക്കും അണിനിരക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ, പാർട്ടിയുടെ മേഖലയുടെ അധ്യക്ഷനും ഈ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഇൻചാർജുമായിട്ടുള്ള കെ ജയേന്ദ്രൻ മാസ്റ്റർ അവരുകളാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ പാർട്ടിയുടെ മുൻ അധ്യക്ഷനും ദേശീയ സമിതി അംഗവുമായിട്ടുള്ള ശ്രീ CK പത്മനാഭൻ അവരുകളാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരപൂർവ്വം ഈ വയനാടിൻ്റെ മണ്ണിലേക്ക്, വളരെ ഹാർദവമായി ഈ പഴശ്ശിയുടെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവരെവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട അബ്ദുള്ളിക്കുട്ടി അവരുകളാണ്. അദ്ദേഹം നമുക്കറിയാം കേരളത്തിൻ്റെ അത്ഭുത കുട്ടിയായി ഈ കേരളത്തിൽ നിന്ന് നമ്മുടെ പാർട്ടിയിലേക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ ശബ്ദമായി, ദേശീയ മുസ്ലിമായി ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട അബ്ദുള്ളക്കുട്ടി അവരുകളെ ഈ പഴശ്ശിയുടെ മണ്ണിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമുക്കറിയാം, നമ്മൾ ഏവരും കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, നമ്മുടെ കേരളത്തിൻ്റെ ബെഡാ ഫൈറ്റർ എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്ര ദാമോദർ ദാസ് മോഡിജി അഭിസംബോധന ചെയ്ത് നമുക്കെല്ലാവർക്കും ഈ
കരുണാകരൻ കഴിഞ്ഞാൽ കേരളത്തിലെ ഒരേ ഒരു ലീഡറായി ഈ കേരളത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കരുത്തോടെ മുന്നോട്ട് വന്നിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ് കെ സുരേന്ദ്രൻജി അവർക്ക് ഈ പഴശ്ശിയുടെ മണ്ണിലേക്ക്, വീരപഴശ്ശിയുടെ മണ്ണിലേക്ക് വളരെ ഹാർദവമായിട്ടുള്ള സുസ്വാഗതം ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ പ്രവർത്തകന്മാരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഘടകകക്ഷികളുടെ നേതാക്കളായിട്ടുള്ള സി കെ ജാനു അവറുകളെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വി വി രാജേന്ദ്രൻ അവറുകൾ, സോഷ്യലിസ്റ്റ് ജനതാ സ്റ്റേറ്റ് പ്രസിഡന്റ്, അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എം എൻ ഗിരി, നാഷണലിസ്റ്റ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സന്തോഷ് കല്ലിയത്ത്, കേരള കാമരാജ് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ പി കെ കൃഷ്ണദാസ്ജി അവറുകൾ, അദ്ദേഹത്തെ ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പർ, അദ്ദേഹത്തെയും വളരെ സ്നേഹാനുപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ കെ രാമചന്ദ്രൻ, മുകുന്ദൻ പള്ളിയറ, സജി ശങ്കർ, കെ സദാനന്ദൻ, പി സി മോഹനൻ മാസ്റ്റർ, പള്ളിയർ രാമേട്ടൻ, അഡ്വക്കേറ്റ് അശോക് കുമാർ, പി ജി ആനന്ദകുമാർ, ശ്രീമതി ശാന്തകുമാരി ടീച്ചർ, പി സി ഗോപിനാഥ്, ശ്രീമതി ലക്ഷ്മി കക്കോട്ടറ, ശ്രീമതി സുൽഫത്ത്, കെ എം പൊന്നു, കൂട്ടാറ് ദാമോദരൻ, കെ ഷാജി, BDJS ജില്ലാ സംസ്ഥാന ജനറൽ സെക്രട്ടറി, പ്രശാന്ത് മലവേൽ, ശ്രീ കെ ശ്രീനിവാസൻ, സി വേലായുധൻ, പി എം അരവിന്ദൻ, ശ്രീ മോഹനൻ, ഗോപാലകൃഷ്ണ മാസ്റ്റർ, ടി തങ്കമ്മ ടീച്ചർ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ഈ പരിപാടിക്ക് സംബന്ധിക്കാൻ വേണ്ടി വന്നിട്ടുള്ള എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം എല്ലാവരെയും ഒരിക്കൽ കൂടി വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ശ്രീരാമധ്വനി ഉയർക്കുന്ന ഈ ഭാരതത്തിന്റെ മണ്ണിൽ നമുക്കറിയാം, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജി ഈ ലോകത്തിലേക്ക്, ഈ രാജ്യത്തിന്റെ വിവിധ ലോകങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തെ മോദി 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 എന്ന് വിളിക്കുമ്പോ എനിക്ക് ഫീൽ ചെയ്യുന്നത് രാമ 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 എന്ന ഫീലാണ്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്നവരോട് ഈ രാമ 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 എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയൊരു ചരിത്രം രചിച്ച് മുന്നോട്ട് പോകുന്ന ഈ അവസരത്തിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷനായിക്കൊണ്ട് ശ്രീ ജയേന്ദ്രൻ മാസ്റ്ററെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. അധ്യക്ഷ ഭാഷണത്തിനായി ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, പാർട്ടിയുടെ മേഖലാ അധ്യക്ഷൻ. സമാദരണീയനായ ഇന്നത്തെ പദയാത്രയുടെ നായകൻ, ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സംസ്ഥാന അമരക്കാരൻ കൂടിയായ ആദരണീയനായ ശ്രീ കെ സുരേന്ദ്രൻ, വയനാട് ജില്ല ആ ജില്ലാതലത്തിലുള്ള ഇന്നത്തെ പദയാത്രയുടെ ഉദ്ഘാടകൻ, പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ, നമുക്കൊരാമുഖം വയനാട്ടുകാർക്ക് ആവശ്യമില്ലാത്ത ആദരണീയനായ ശ്രീ CK പത്മേട്ടൻ, പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷൻ ആദരണീയനായ ശ്രീ അബ്ദുള്ളക്കുട്ടി, JRPയുടെ സംസ്ഥാന ചെയർമാൻ CK ജാനു, സോഷ്യലിസ്റ്റ് ജനതാദളിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജേന്ദ്രൻ, കേരള കാമരാജ് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സന്തോഷ് കാളിയത്ത് ഉൾപ്പെടെ ദീപ്തവും ധന്യവുമായ ഈ വേദി അലങ്കരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതാക്കളെ, സർവോപരി ഈ പദയാത്രയിൽ അണിനിരക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന, ഈ യാത്രയെ ഒരു അവിസ്മരണീയമായ അനുഭവമാക്കി മാറ്റുന്നതിന് എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തക സുഹൃത്തുക്കളെ, നല്ലവരായ വയനാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ, സാദര നമസ്കാരം. 2014 ഭാരതത്തിലാഗതമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ കൊടുങ്കാറ്റിൻ്റെ വേഗതയിലുള്ള ഭാരതമാസകലം ഉയർന്നു വന്ന ആ ചരിത്ര മുഹൂർത്തത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇന്ന് കേരളം.
2014 രാഷ്ട്രീയ സാഹചര്യമെന്ന് പറയുന്നത് രാഷ്ട്രം സാമ്പത്തികമായും രാഷ്ട്രീയമായും എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമായ ഒരു പശ്ചാത്തലമായിരുന്നു 2014 ഉണ്ടായിരുന്നത്. ആരുണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കാൻ? ഈ രാജ്യത്തെ നാശത്തിൽ നിന്നും കരകയറ്റാൻ ആരുണ്ട് എന്ന് ശൂന്യമായ ഭാരതത്തിലെ രാഷ്ട്രീയ ചക്രവാളം ചോദ്യം ചെയ്യുമ്പോഴാണ് ഒരു കൊടുങ്കാറ്റിൻ്റെ ആരവത്തോടെ ഭാരതത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളെ തട്ടി ഉണർത്തിക്കൊണ്ട് 15 വർഷക്കാലം കൊണ്ട് ഗുജറാത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു പുതിയ ചരിത്രാധ്യായം എഴുതി ചേർത്തിയ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന ആ ജൈത്രയാത്രയുടെ തനി ആവർത്തനമാണ് ഇന്ന് കേരളം ആവശ്യപ്പെടുന്നത്. ഞാൻ വിസ്തരിച്ച് സംസാരിക്കുന്നില്ല. സാമ്പത്തികമായി പടുകുഴിയിലകപ്പെട്ട കേരളം, അഴിമതിയും അക്രമവും സ്വജനപക്ഷപാതവും ദുർഭരണവും കൊണ്ട് കൊടികുത്തി തകർന്ന് തരിപ്പണമായി മാറിയ കേരളം, ഈ കേരളം ഇന്ന് ചോദിക്കുന്നു, ആരുണ്ട് ഞങ്ങളുടെ ഈ മണ്ണിനെ രക്ഷിക്കാൻ? ഞാൻ ഉറക്കെ പറയും, ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ യാകാശങ്ങളാണ് ഇതാ ഈ നേതൃത്വത്തിൽ അണിനിരന്നിരിക്കുന്നത്. അതിൻ്റെ നേതൃത്വമാണ്, അശ്വനാണ് കെ സുരേന്ദ്രൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇതാ കേരളവും മാറ്റത്തിന് തയ്യാറെടുത്തു എന്ന ധീരമായ പ്രഖ്യാപനത്തിന്റെ ഒരു അഭിമുഖമാണ്, അടിയുറപ്പിക്കലാണ് വയനാടിലെ കൽപ്പറ്റയിൽ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകന്മാര് രാഷ്ട്രീയ കേരളത്തിന് നൽകുന്ന ഈ മുന്നറിയിപ്പ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. വളരെ അടിസ്ഥാനപരമായ ആത്യന്തികമായ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാനുള്ള വളരെ ഉദാത്തമായ ഒരു നേതൃനിര ഇവിടെ ഉള്ളതുകൊണ്ട് ഈ യാത്ര അവിസ്മരണീയമാക്കി മാറ്റാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ എല്ലാ സഹപ്രവർത്തകന്മാരെയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും എൻ്റെ ഭാവം അർപ്പിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. നമ്മുടെ വയനാട്ടിലെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ള കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള നേതാവും ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനങ്ങളുമായിട്ടുള്ള ശ്രീ CK പത്മനാഭനെ, നമ്മുടെ പ്രിയപ്പെട്ട പപ്പേട്ടനെ ഹാരാർപ്പണം ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ അധ്യക്ഷൻ ശ്രീ KP മധു അവർ ക്ഷണിക്കുന്നു. ജാഥ ക്യാപ്റ്റൻ ശ്രീ K സുരേന്ദ്രൻ, കേരളത്തിന് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത നേതാവ്, കേരളത്തിൻ്റെ പ്രധാന പ്രതിപക്ഷ നേതാവായിട്ടുള്ള ജാഥ ക്യാപ്റ്റൻ ശ്രീ K സുരേന്ദ്രൻ അവറുകളെ, NDAയുടെ കേരളത്തിൻ്റെ ചെയർമാനെ, കേരള പദയാത്രയുടെ നായകനെ ഹാരാർപ്പണം ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ K ശ്രീനിവാസൻ, ശ്രീ പ്രശാന്ത് മലവയൽ എന്നിവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജാഥ ക്യാപ്റ്റനെ ഹാരാർപ്പണം ചെയ്യുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ നിയോജക മണ്ഡലം അധ്യക്ഷന്മാർ തയ്യാറായി നിൽക്കേണ്ടതാണ്. ആദ്യമായിട്ട് കൽപ്പറ്റ നിയോജക മണ്ഡലം അധ്യക്ഷൻ ശ്രീ TB സുബീഷ് അവരെ ക്ഷണിക്കുന്നു. പടിഞ്ഞാറേക്കര സജീഷ് കുമാർ സുകുമാരൻ, പടിഞ്ഞാറേക്കര സുകുമാരൻ. മാനന്തവാടി മഹേഷ് EA, പനമരം പ്രജീഷ് KM, ബത്തേരി കവിത AS, പുൽപ്പള്ളി ദീപു പുത്തൻപുരയ്ക്കൽ. ശ്രദ്ധിക്കുക, പടിഞ്ഞാറേക്കര സുകുമാരൻ, മാനന്തവാടി മഹേഷ് EA, പനമരം പ്രജീഷ് KM,
ബത്തേരി കവിത AS, പുൽപ്പള്ളി ദീപു പുത്തൻപുരയ്ക്കൽ, തിരുവമ്പാടി ബിജു, മുക്കം ജയപ്രകാശ് മാസ്റ്റർ, ഏറനാട് ശ്രീ ഷൈജു, എടവണ്ണ K രാജൻ, വണ്ടൂർ ഷിനോജ് പണിക്കർ, കാളികാവ് ശ്രീ പ്രമോദ്, നിലമ്പൂർ ശ്രീ ബിജു സാമുവൽ, എടക്കര ശ്രീ സുധീഷ് ഉപ്പട. മോർച്ചകളുടെ ജില്ലാ അധ്യക്ഷന്മാരായിട്ടുള്ള യുവമോർച്ചയുടെ ശ്രീ ശരത് കുമാർ, മഹിളാ മോർച്ച ശ്രീ രമ വിജയൻ, കർഷക മോർച്ചയ്ക്ക് വേണ്ടി ശ്രീ രാമചന്ദ്രൻ, SC മോർച്ച ബിനീഷ് കുമാർ, ST മോർച്ചയ്ക്ക് വേണ്ടി CA ബാബു, ന്യൂനപക്ഷ മോർച്ചയ്ക്ക് ശ്രീ സാബു സെബാസ്റ്റ്യൻ, OBC മോർച്ച ശ്രീ PV ന്യൂട്ടൺ, യുവമോർച്ച ശ്രീ ശരത് കുമാർ, മഹിളാ മോർച്ച രമ വിജയൻ, കർഷക മോർച്ച ശ്രീ ബാലചന്ദ്രൻ, SC മോർച്ച ബിനീഷ് കുമാർ CK, ST ശ്രീ CA ബാബു, ന്യൂനപക്ഷ മോർച്ചയ്ക്ക് വേണ്ടി ശ്രീ സാബു സെബാസ്റ്റ്യൻ, OBC മോർച്ച ശ്രീ PV ന്യൂട്ടൺ. വയനാടൻ സമര പോരാട്ടങ്ങളുടെ ധീരോദാത്ത മാതൃക ശ്രീ തലക്കൽ ചന്തുവിന്റെ ഛായാചിത്രം ശ്രീ K സുരേന്ദ്രൻ അവർക്ക് സമ്മാനിക്കുന്നതിന് വേണ്ടി ശ്രീ പള്ളിയറ മുകുന്ദൻ അവരെ ക്ഷണിക്കുന്നു. SC മോർച്ചയ്ക്ക് വേണ്ടി ശ്രീ മുകുന്ദൻ പള്ളിയറ സംസ്ഥാന അധ്യക്ഷൻ. വയനാടൻ സമര പോരാട്ടങ്ങളുടെ ധീരോദാത്ത മാതൃക ശ്രീ തലക്കൽ ചന്തുവിന്റെ ഛായാചിത്രം സമര നായകന്, പദയാത്രാ നായകന് സമർപ്പിക്കുന്നു. ശ്രീ പള്ളിയറ മുകുന്ദൻ അവർ. ജില്ലാ കമ്മിറ്റിയുടെ മൊമെന്റം സമർപ്പിക്കുന്നതിന് വേണ്ടി ജില്ലാ അധ്യക്ഷനും മറ്റു ഭാരവാഹികളെയും ക്ഷണിക്കുന്നു. വയനാട്ടിലെ കേരളത്തിലെ അടിസ്ഥാന വർഗ സമര പോരാട്ടങ്ങളുടെ എക്കാലത്തെയും ആവേശമായിട്ടുള്ള സമര നായിക JRPയുടെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി CK ജാനു അവർ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. കേരളത്തിലെ NDAയുടെ നേതാവും BJPയുടെ സ്റ്റേറ്റ് നേതാവുമായ ജാഥ ക്യാപ്റ്റൻ സുരേന്ദ്രൻ, വേദിയിലിരിക്കുന്ന സമസ്തരായ നേതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ,
കാസർഗോഡ് നിന്ന് ആരംഭിച്ച പദയാത്രയാണ് ഇന്ന് നമ്മുടെ വയനാട് ജില്ലയിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ എന്തിനാണെന്നും. ഇന്ന് ഇന്ത്യയുടെ നാഡിയും നട്ടനിലുമായ മഹാനായ നരേന്ദ്രമോദിയുടെ അധികാരത്തിൻ്റെ ഒരംശം നമ്മുടെ കേരളത്തിലും ഈ വരും നാളുകളിൽ കേരള സംവിധാനത്തിനകത്ത് ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യാത്ര ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം ഇപ്പോൾ ഒട്ടനവധി പല പ്രദേശത്തുള്ള ആളുകളും നമ്മുടെ പരിപാടിയിൽ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. സാധാരണ ഉള്ള ഇടതും വലതും മുന്നണികൾ ആളുകളെ ഇറക്കി ആളുകളുടെ മുമ്പിൽ ഒരു പ്രഹസനം നടത്തി ആളുകളെ കബളിപ്പിക്കുന്ന നിരന്തര പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കേരള സംസ്ഥാനത്താണ് അതിന്ന് ഭിന്നമായി വ്യത്യസ്തമായി നമ്മളൊരു പുതിയ സംരംഭം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഇനി വരും നാളുകളിൽ ആരംഭിക്കുന്നതിൻ്റെ തുടക്കം നമ്മൾ കുറിക്കുന്നത്. ഇനി വരും കാലങ്ങളിൽ കേരളവും ഇന്ത്യയൊക്കെയുള്ള മുഴുവൻ മനുഷ്യരുടെയും ജീവിത നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളത് മോദി പോലെയുള്ള ഒരു ഭരണാധികാരികളുടെ അവരുടെ ഇടപെടലാണ്. ഇനി വികസനമെന്ന് പറയുന്നത് മോദിയിലൂടെ എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിൽ പോലും എല്ലാ സംസ്ഥാനങ്ങളിലും ഏറ്റവും ചെറുതായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഈ കേരളത്തിൽ പോലും ഇവിടെയുള്ള ഭരണാധികാരികൾക്ക് ഇവിടെ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ഇടപെടുന്ന കാര്യത്തിൽ പാടെ പരാജയപ്പെട്ട് അവർ ജനങ്ങളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുമ്പോൾ NDA പോലെ ഒരു മുന്നണിയുടെ ഇടപെടൽ കേരളത്തിനും അത്യാവശ്യവും ആവശ്യവുമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരമൊരു സംരംഭം ആരംഭിക്കുന്നത്. എന്തായാലും വരുന്ന ആളുകൾ മനുഷ്യരുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും ആശയങ്ങളും ഒക്കെ നിറവേറ്റാൻ മോദിയിലൂടെ മാത്രമേ സാധ്യമാവൂ എന്ന് ഈ കഴിഞ്ഞ നാളുകളിലായിട്ട് ആളുകൾ മനസ്സിലാക്കുകയും അതിൻ്റെ ഭാഗമാവുകയൊക്കെ ചെയ്യുന്നത് ഈ ജാഥ ഓരോ മണ്ഡലങ്ങളിൽ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അതിൻ്റേതായിട്ടുള്ള ചലനങ്ങളും പ്രതിഫലനങ്ങളും നിരന്തരമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും മോദി എന്ന ഭരണ സംവിധാനത്തിലാണ് ഇനി ഇന്ത്യ അതിനെയാണ് ആശ്രയിക്കുന്നത്. അതാണ് ഇവിടെ വരേണ്ടത്, അതാണ് ആഗ്രഹിക്കുന്നത്. അത് വരുന്ന ആളുകളിൽ വരാൻ ഇനി വിദൂരമല്ല, നമ്മളുടെ അടുത്തേക്ക് തന്നെ എത്തിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ ഏറ്റെടുക്കുന്ന നടപടിക്രമത്തിലേക്ക് മാത്രം മാറുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അത്തരം ദൗത്യങ്ങൾ ആത്മാർത്ഥയോട് പൂർണ്ണാർത്ഥത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുഴുവൻ മനുഷ്യൻ്റെയും ജീവനും സ്വത്തിനും സുരക്ഷ നൽകുന്ന അവരുടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വികസന സംവിധാനങ്ങൾ ഉണ്ടാവുന്ന ഒരു ഇന്ത്യ വളരെ ശക്തമായിട്ട് വരും നാളുകളിൽ ഉയർന്നു കാണുന്ന ഒരു ചലനത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണ് നമ്മളിവിടെ ഉള്ളത് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് അതിൻ്റെ ഭാഗമാകുന്നതിൽ വളരെ അന്തസ്സും അഭിമാനത്തോടുകൂടി ചാരിതാർത്ഥ്യമോടുകൂടി അതിനോടൊപ്പം നമ്മൾ നിൽക്കണം. നമ്മൾക്കറിയാം ഇവിടെയുള്ള മറ്റു തര ഇടതുപക്ഷം പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഇതുപോലെ ഒരു പദ്ധതി നടത്തണമെങ്കിൽ കുടുംബശ്രീക്കാരെയും ചെറിയ ചെറിയ യൂണിറ്റ് സ്വയാശ്രയ സംഘങ്ങളെയൊക്കെ വിളിച്ചാൽ മാത്രമേ ഇതുപോലെയുള്ള ഒരു സമ്മേളനം നടത്താൻ പോലും പറ്റുള്ളൂ. എന്തായാലും NDA പോലെയുള്ള ആളുകൾക്ക് അത്തരമൊരു ഗതികേട് ഈ വരുന്ന ആളുകളിൽ ഉണ്ടായിട്ടില്ല, ഇനി അതുണ്ടാവുമില്ല. ഇനി കൂടുതൽ കൂടുതൽ അത് ശക്തമായി വരുന്ന തലത്തിലേക്കാണ് പോകുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് പോകാൻ നമ്മൾക്കെല്ലാവർക്കും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് മോദിയുടെ സാന്നിധ്യം നിരന്തരമായിട്ട് കേരളത്തിൽ ഉണ്ടാകാനുള്ള ഒരു വഴി തെളിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് നിന്ന് കേരള പദയാത്ര ദക്ഷിണ ഇന്ത്യയിലെ പ്രമുഖനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗോവ മുഖ്യമന്ത്രി
ഉദ്ഘാടനം ചെയ്ത് കണ്ണൂരിലെ ഊഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് വയനാട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ജാഥ ക്യാപ്റ്റൻ ശ്രീ കെ സുരേന്ദ്രൻ അവറുകളെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഹാരാർപ്പണം ചെയ്യുവാൻ വേണ്ടി എത്തിയിട്ടുള്ള BDJSന്റെ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ M മോഹനൻ അവറുകളെ, നിർമ്മല അനിരുദ്ധൻ ശ്രീമതി BDJSന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, RLJPയുടെ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ അജീഷ് കുമാർ, भारत माता की, भारत माता की, भारत माता की, ഇന്നത്തെ നമ്മുടെ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, മേഖലാ അധ്യക്ഷൻ ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, ഈ ജാഥയുടെ ഉദ്ഘാടകൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ, പ്രത്യേകിച്ച് വയനാടിൻ്റെ പുത്രനായ ശ്രീ CK പത്മനാഭൻജി അവറുകൾ, പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷൻ ആദരണീയനായ AP അബ്ദുള്ളക്കുട്ടി അവറുകൾ, ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രമുഖയായ വനിതാ നേതാവും പട്ടികവർഗ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഏറ്റവും ആദരണീയയായ നേതാവുമായിട്ടുള്ള ശ്രീമതി CK ജാനു അവറുകൾ, BDJSന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീമാൻ പൈലി വാത്യാട്ട് അവറുകൾ, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് KP മധു, സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് VV രാജേന്ദ്രൻ അവറുകൾ, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി MN ഗിരി അവറുകൾ, കേരള കാമരാജ് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി സന്തോഷ് കാളിയത്ത്, പാർട്ടിയുടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ സഹപ്രഭാരി K രാമചന്ദ്രൻ അവറുകൾ, നമ്മുടെ ഏറ്റവും തലമുതിർന്ന നേതാവ് സർവാദരണീയനായ പ്രിയങ്കരനായ പള്ളിയറ രാമട്ടൻ, ST മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മുകുന്ദൻ പള്ളിയറ, സംഘാടക സമിതിയുടെ ചെയർമാൻ ശശികുമാർ, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ K സദാനന്ദൻ, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ സജി ശങ്കർ, പള്ളി അഡ്വക്കേറ്റ് അശോക് കുമാർ, പാർട്ടിയുടെ പാലക്കാട് മേഖലയുടെ വൈസ് പ്രസിഡന്റ് PG ആനന്ദ്കുമാർ, ശ്രീമതി ശാന്തകുമാരി ടീച്ചർ, PC ഗോപിനാഥ്, ശ്രീമതി ലക്ഷ്മി കക്കോട്ടറ, ശ്രീമതി സുൽഫത്ത്, KP പൊന്നു, കൂട്ടാറ ദാമോദരൻ അവറുകൾ, K ഷാജി, പ്രശാന്ത് മലവയൽ, ശ്രീനിവാസൻ വേലായുധൻ, PM അരവിന്ദൻ, K മോഹൻദാസ്, ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, തങ്കമ്മ ടീച്ചർ, മാധവൻ, M മോഹനൻ, ഗിരീഷ് മേക്കാട്ട്, BDJS മലപ്പുറം ജില്ലാ പ്രസിഡന്റ്, KK രാജൻ, LJP ജില്ലാ പ്രസിഡന്റ്, ബിജു ഫിലിപ്പോസ്, LJP സ്റ്റേറ്റ്, അബു കാര്യമ്പാടി, JRP ഡിസ്ട്രിക്ട് പ്രസിഡന്റ്, അജീഷ്, RLJP ഡിസ്ട്രിക്ട് പ്രസിഡന്റ്, നിർമ്മല അനിരുദ്ധൻ, പ്രേമൻ മാസ്റ്റർ, ഡോക്ടർ രാജീവ് രാജധാനി, ഡോക്ടർ ഗീത കുമാരി. ഞാൻ ഏതെങ്കിലും പ്രമുഖ നേതാക്കളുടെ പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കേരള പദയാത്ര കാസർഗോഡ് ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലെയും പര്യടനങ്ങൾ പൂർത്തിയാക്കി ഇന്ന് വയനാട് ജില്ലയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. വയനാട്ടിൽ വരുമ്പോൾ എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട്. കാരണം BJPയുടെ ഒരു എളിയ പ്രവർത്തകനായി ഏതാണ്ട് 10 വർഷത്തോളം നിങ്ങളുടെ ഇടയിൽ ആദ്യകാലത്ത് പ്രവർത്തിക്കാനുള്ള അവസരം ഈ ജില്ലയിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. എൻ്റെ പൊതുജീവിതത്തിൽ ഞാൻ ഏറ്റവും അസുലഭമായിട്ടുള്ള
വർഷങ്ങളായി, നിമിഷങ്ങളായി കണക്കാക്കുന്ന ഒരു കാലഘട്ടം അതാണ്. അതുകൊണ്ട് വയനാട്ടിലെ പ്രവർത്തകരോടൊപ്പം ഈ യാത്രയിൽ അണിനിരക്കാൻ കഴിയുന്നു എന്നുള്ളത് എനിക്കേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ദേശീയ ജനാധിപത്യ സഖ്യം ഈ കേരള പദയാത്രയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ഇവിടെ നേരത്തെ സംസാരിച്ച ആളുകളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ നിങ്ങളെല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പപ്പട്ടൻ്റെ പ്രസംഗം, ഉദ്ഘാടന പ്രസംഗം, എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. CKPയെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലത്ത് ജനസംഘത്തിൻ്റെ ഒരു സ്ഥാപക നേതാവ്, വയനാട് ജില്ലയിലുള്ള ഒരു സ്ഥാപക നേതാവിനെ പോലെ പ്രവർത്തിച്ച ആളാണ്. ശ്രീ പള്ളിയറ രാമേട്ടനെ പോലുള്ള ആളുകളോടൊപ്പം, അന്നത്തെ CA കുഞ്ഞിരാമേട്ടനെ പോലുള്ള ആളുകളോടൊപ്പം, ശ്രീ AP ഭാസ്കരേട്ടനെ പോലുള്ള, ശ്രീനിവാസൻ വക്കീലിനെ പോലുള്ള, PR ബാലകൃഷ്ണൻ വക്കീലിനെ പോലുള്ള അനേകം നേതാക്കളോടൊപ്പം ഈ ജില്ലയിൽ ഒരു മുഴുവൻ സമയ പ്രവർത്തകനായിട്ടാണ് CK പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വയനാട് ജില്ലയിൽ നടത്തിയത്. ആ കാലത്ത് വയനാട് ജില്ലയിൽ ജനസംഘത്തിന് കാര്യമായ വേരുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ CKPയുടെ നേതൃത്വത്തിൽ വയനാട് ജില്ലയിൽ ചരിത്രപരമായിട്ടുള്ള സമരങ്ങളിലൂടെ ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയായി ജനസംഘത്തെ ഭാരതീയ ജനതാ പാർട്ടിയെ മാറ്റിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് ഏകപക്ഷീയ മേഖലയ്ക്കെതിരായിട്ടുള്ള വലിയ ചെക്ക് പോസ്റ്റ് വിരുദ്ധ സമരങ്ങൾ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടം പിടിച്ച നിരവധി പോരാട്ടങ്ങൾ, ആദിവാസികളുടെ ഭൂമി, അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കാൻ വേണ്ടി നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിച്ച സമരങ്ങളാണ്. അങ്ങനെയാണ് ജനസംഘം വയനാട്ടിൽ ശ്രദ്ധേയമായ ഒരു പ്രസ്ഥാനമായി മാറിയത്. വയനാട് ജില്ല, ഞാനിത് സൂചിപ്പിക്കാൻ കാരണം, മഹാഭൂരിപക്ഷം ജനങ്ങളും പാവപ്പെട്ടവർ, ആദിവാസികൾ, സാധാരണക്കാരായിട്ടുള്ള കർഷക തൊഴിലാളികൾ അവരെല്ലാം ജീവിക്കുന്ന ഒരു ജില്ലയാണ്. ഈ ജില്ല നേരത്തെ കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിരുന്നു. കുറച്ചു കാലത്തിന് മുമ്പാണ് നമ്മളിവിടെ വയനാടിന് സ്വന്തമായ ഒരു ജില്ല ഉണ്ടായത്. വയനാടിന് സ്വന്തമായ ഒരു ജില്ല ലഭിക്കാനും കാരണം ഇവിടെ ജനസംഘമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ തലമുതിർന്ന നേതാവായിട്ടുള്ള PC മോഹനൻ മാസ്റ്റർ ഈ ജില്ലയുടെ അമരക്കാരനായി പ്രവർത്തിക്കുന്ന കാലത്താണ് വയനാട് സ്വന്തമായൊരു ജില്ല വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിശക്തമായ പോരാട്ടം, സമരം നമ്മൾ നടത്തിയത്. ആദ്യമായിട്ട് ഈ ഇവിടെ ഒരു ജില്ല വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയായിരുന്നു, ജനസംഘമായിരുന്നു. പണ്ട് കാലത്ത് വയനാട്ടിലേക്ക് KSRTC ബസ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലത്ത് വയനാട് ജില്ലയ്ക്ക് പ്രൈവറ്റ് ബസ്സുകൾ വേണമെന്ന് ആവശ്യപ്പെട്ട ഏക പാർട്ടി ഭാരതീയ ജനസംഘമായിരുന്നു. വയനാട് ജില്ലയിലേക്ക് സ്വകാര്യ ബസ്സുകളുടെ ഓട്ടം ആവശ്യമാണെന്ന് പറഞ്ഞ ഒരു പാർട്ടിയായിരുന്നു ജനസംഘം. അങ്ങനെ ഏത് നിലയ്ക്ക് നോക്കിയാലും BJPയും ജനസംഘവുമാണ് യഥാർത്ഥത്തിൽ ഈ ജില്ലയിലെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ പോരാട്ടങ്ങൾ നടത്തിയത്. 1977 നിയമസഭ പാസാക്കി പാർലമെന്റിന്റെ 9ാം പട്ടികയിൽ പെടുത്തിയ ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂനിയമം, അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടം ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയും, പാവപ്പെട്ടവരുടേതെന്ന് പറയുന്ന ഒരു പാർട്ടിയും ചെയ്യാതിരുന്ന കാലത്തും അതിനുവേണ്ടി ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തിയത്, വോട്ട് ബാങ്കിനെ ഭയപ്പെടാതെ തന്നെ അതിനുവേണ്ടി പോരാട്ടം നടത്തിയതും ഭാരതീയ ജനസംഘവും ഭാരതീയ ജനതാ പാർട്ടിയുമാണ്. ഈ ജില്ലയിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇവിടുത്തെ വനവാസികളുടെ, ആദിവാസി സമൂഹത്തിൻ്റെ ആകെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നാം നടത്തിയിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ട് പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത്, ഏകൽ വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നത് സംഘപരിവാർ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ്. സിക്കിൾ സെൽ അനീമിയ പോലുള്ള മാരകമായ രോഗങ്ങൾ ഇവിടുത്തെ ആദിവാസികൾക്കിടയിൽ പടർന്നു പിടിക്കുമ്പോൾ, സർക്കാർ സംവിധാനങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ ഇവിടെ മുട്ടിൽ വിവേകാനന്ദ മെഡിക്കൽ മിഷനും വനവാസി വികാസ കേന്ദ്രവുമാണ് ആദിവാസികളുടെ കോളനികളിലേക്ക് നിർഭയം ഇറങ്ങിച്ചെന്ന് ആ മാരക രോഗത്തിനെതിരായിട്ടുള്ള ഐതിഹാസികമായ പോരാട്ടം നാമാണ് നടത്തിയത്. നാഗ്പൂരിൽ നിന്നൊരു ഡോക്ടർ, ധനഞ്ജയ സഖ്ദേവ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ 4 പതിറ്റാണ്ട് മുമ്പ് MBBS ബിരുദവും ഉന്നത ബിരുദവും പൂർത്തിയാക്കി. അവിടെ അദ്ദേഹത്തിന് നല്ല ഡോക്ടറായിട്ട് ജീവിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് തിരഞ്ഞെടുത്തില്ല.
അദ്ദേഹം വയനാട്ടിലെ ആദിവാസികളെ, വനവാസി സഹോദരന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നു. അങ്ങനെയാണ് മുട്ടിൽ മെഡിക്കൽ മിഷൻ, വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ഇവിടെ ഉണ്ടായത്. രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ. നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നതിന് ശേഷം പത്മശ്രീ പ്രാഞ്ചിയേട്ടന്മാർക്ക് കൊടുക്കാനുള്ളതല്ല. പത്മശ്രീ ഈ നാട്ടിൽ അർഹതയുള്ള കരങ്ങളെ തേടി നരേന്ദ്രമോദിയുടെ സർക്കാർ കൊടുത്തിരിക്കുകയാണ്. അത്രയും മഹത്തായ സേവനം നടത്തിയ ഞാനൊരു ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചതാണ്. അങ്ങനെ വയനാട്ടിലെ ജീവൽ പ്രശ്നങ്ങളിലെല്ലാം ഇവിടുത്തെ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് ഇവിടെ ഭരണകക്ഷിയോ പ്രതിപക്ഷമോ ചെയ്യാത്ത അനേകം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള, അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും, ഒരു മഹത്തായിട്ടുള്ള പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടിയും ജനസംഘവും നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങളെല്ലാം. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഇവിടെ വലിയ മാറ്റങ്ങൾ വന്നു. വയനാടിൻ്റെ പ്രകൃതിയിൽ തന്നെ മാറ്റങ്ങൾ വന്നു. വയനാടിൻ്റെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വന്നു. ഇന്നും വയനാട് ഇന്ത്യയിൽ ഏറ്റവും അവികസിതമായി നിൽക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ്. നമ്മളെല്ലാവരും വിചാരിച്ചു രാഹുൽ ഗാന്ധി MP ആയി വന്നാൽ പിന്നെ ഇവിടെ വയനാടിന് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്ന്. രാഹുൽ ഗാന്ധി MP ആയി വന്നപ്പോഴാണ് വയനാട്ടുകാർക്ക് ഇതുപോലൊരു ദുരന്തം ഇനി വയനാട്ടുകാർക്ക് സംഭവിക്കാനില്ല. മഹാദുരന്തമായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനം വയനാട്ടുകാർക്ക് സമ്മാനമായി നൽകിയത്. അമേഠിയിൽ നിന്ന് ജനങ്ങൾ ഓടിച്ചതിൻ്റെ കാരണം ഞങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ വയനാട്ടുകാർ വിശ്വസിച്ചില്ല. അമേഠിയിൽ നിന്ന് ജനങ്ങൾ ഓടിക്കാൻ കാരണം എത്രയോ കൊല്ലം ആ കുടുംബം കൈകവശം വെച്ച ആ മണ്ഡലത്തിൽ ഒരു വികസനവും ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് വലിയ ഭൂരിപക്ഷത്തിൽ സ്മൃതി ഇറാനിയെ അവിടെ തെരഞ്ഞെടുത്തത്. അങ്ങനെ ഓടി വയനാട്ടിൽ വന്നു. അദ്ദേഹത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, എത്ര വലിയ പദ്ധതികൾ ഇവിടെ കൊണ്ടുവരാമായിരുന്നു. ഈ പാവപ്പെട്ട ആദിവാസികളെയും കർഷകരെയും തൊഴിലാളികളെയും സഹായിക്കാൻ എത്ര 1000 കോടി രൂപയുടെ പദ്ധതികൾ ഇവിടെ കൊണ്ടുവരാമായിരുന്നു. അദ്ദേഹം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ഓണത്തിനും വിഷുവിനും ആണ്ടിനും സംക്രാന്തിക്കും വരുന്നത് പോലെ അയാൾ കൊല്ലത്തിൽ 1-2 തവണ ഇവിടെ വരും. വന്നാലോ ആ KC വേണുഗോപാലിന് അപ്പുറം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി ഏതെങ്കിലും ഒരു തട്ടുകടയിൽ നിന്ന് 2 പൊറോട്ടയും ഒരു ചായയും കുടിച്ച് ഇതാണ് ജനസേവനം എന്ന് പറഞ്ഞ ആളുകളെ കബളിപ്പിക്കുകയാണ് കഴിഞ്ഞ 5 കൊല്ലവും രാഹുൽ ഗാന്ധി ചെയ്തത്. ഞാൻ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നതല്ല. പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദി സർക്കാർ ഈ ജില്ലയെ ആസ്പിരേഷണൽ ജില്ലയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്ത്യയിൽ സാമൂഹ്യമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വികസന പ്രശ്നങ്ങൾ നേരിടുന്ന ജില്ലകളിലായിട്ടുള്ള 150 ജില്ലകളെ നരേന്ദ്രമോദി സർക്കാർ ആസ്പിരേഷണൽ ജില്ലകളാക്കി മാറ്റി. അതിലൊരു ജില്ല, കേരളത്തിലെ ഏക ജില്ല കൊടുത്തിരിക്കുന്നത് വയനാടാണ്. ആസ്പിരേഷൻ ജില്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആദിവാസികൾ, കർഷകർ, പട്ടികജാതിക്കാർ, സാധാരണക്കാർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, സാമൂഹ്യ പിന്നോക്കാവസ്ഥ നേരിടുന്നവർ, പലതരത്തിലുള്ള രോഗദുരിതങ്ങൾ നേരിടുന്നവർ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പിന്നോക്കാവസ്ഥ നേരിടുന്നവർ, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആസ്പിരേഷണൽ ജില്ലകളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ രാഹുൽ ഗാന്ധി മാത്രം ഉണ്ടായില്ല. ഈ 2 തവണ കേന്ദ്രമന്ത്രി വന്നപ്പോഴും രാഹുൽ ഗാന്ധി MP എന്നുള്ള നിലയിൽ ആ യോഗത്തിൽ പങ്കെടുത്തില്ല. ആ യോഗം തീരുമാനിച്ചത് ആസ്പിരേഷണൽ ജില്ലകളുടെ തുടർ പ്രവർത്തനങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ MP ചുമതലപ്പെടുത്തുന്നുവെന്നാണ്. ഇന്നേ വരെ ഒരു യോഗത്തിലും അദ്ദേഹം വന്നില്ല. വയനാട് ജില്ലയിൽ ആസ്പിരേഷണൽ ജില്ലകളുടെ പ്രവർത്തനം തുടർന്ന് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നടപടിക്രമത്തിലും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ജനപ്രതിനിധിയില്ല. നോക്കൂ നിങ്ങൾ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്രമാത്രം തിരക്കുള്ള ആളാണ്. പക്ഷെ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് വാരാണസി പാർലമെന്റ് മണ്ഡലം എങ്ങനെയാണ് നരേന്ദ്രമോദി വികസിപ്പിച്ചതെന്ന് നമ്മുടെ മുമ്പിലുള്ള ജീവിക്കുന്ന ചിത്രമാണ്. ഓരോ 2 മാസം കൂടുമ്പോഴും നരേന്ദ്രമോദി വാരാണസിയിലെത്തി ജനങ്ങളെ കണ്ട് അവിടുത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ MP-മാരും ആഴ്ചയിൽ 2 ദിവസം ശനിയും ഞായറും അവരുടെ മണ്ഡലത്തിൽ പോയി വോട്ടർമാരുടെ ആവശ്യങ്ങൾ കണ്ടടഞ്ഞ് പരിഹരിച്ച് അതിനുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നു. രാഹുൽ ഗാന്ധി മാത്രം സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടി. അദ്ദേഹം പാർലമെന്റിലും പങ്കെടുക്കാറില്ല. പാർലമെന്റിന്റെ ഒരു യോഗത്തിലും അദ്ദേഹം സംസാരിക്കാറില്ല. ഇന്നേ വരെ നിങ്ങൾ ആരെങ്കിലും പാർലമെന്റിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന്
വയനാട്ടിലെ ജനങ്ങളുടെ ഏതെങ്കിലും ഒരു ജീവൽ പ്രശ്നം ഉന്നയിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇവിടെ മാധ്യമപ്രവർത്തകരെല്ലാം ഉണ്ടല്ലോ. പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് നരേന്ദ്രമോദി ആക്ഷേപിക്കുന്നതിന് പകരം ഇന്നേ വരെ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ആദിവാസികൾക്ക് വേണ്ടി, ഇവിടുത്തെ സിക്കിൾ സെൽ അനീമിയയുടെ പേരിൽ, ഇവിടുത്തെ വനവാസികളുടെ കഷ്ടപ്പാടിന്റെ പേരിൽ, ഇവിടുത്തെ കർഷക ആത്മഹത്യയുടെ പേരിൽ, ഇവിടെ കടം കയറി വലയുന്ന സാധാരണ കർഷകരുടെ പേരിൽ ഒരക്ഷരം ശബ്ദിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടുണ്ടോ? ഇങ്ങനെ ഒരു എംപിയെ കൊണ്ട് എന്താണ് കാര്യം? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കണം. അനന്തമായ സാധ്യതകളാണ് വയനാടിനുള്ളത്. ഇത്രയധികം ടൂറിസം സാധ്യതകളുള്ള ഒരു പ്രദേശവും നമ്മുടെ കേരളത്തിലില്ല. ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച നാടാണ് വയനാട്. ആ വയനാടിന് എന്തെല്ലാം അനന്തമായ സാധ്യതകൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസ്, അതിനു മുമ്പ് ഒരു MP ഉണ്ടായിരുന്നു, അദ്ദേഹം മരണപ്പെട്ടു പോയതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അദ്ദേഹവും ഈ ജില്ലയെ, വയനാടിനെ ഒരു തരത്തിലും സഹായിച്ചില്ല. ഇനിയും വയനാട്ടിൽ ഇത്തരം ആളുകളെ വേണോ എന്നുള്ള കാര്യം ഈ നാട്ടിലെ വോട്ടർമാർ ചിന്തിക്കണം. നാം നമ്മുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കണം. ഇത്രയും അനന്തമായ സാധ്യതകളുള്ള വയനാട്ടിൽ ശരിയായ നിലയിൽ നരേന്ദ്രമോദിയൊക്കെ കൈവെക്കുന്ന ഒരു MP ഉണ്ടായിരുന്നെങ്കിൽ ഈ വയനാട് ജില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ വികസനമുള്ള ജില്ലയായി മാറുമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. സുഹൃത്തുക്കളെ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, ബസ്തർ പോലെ മധ്യപ്രദേശിലും ബീഹാറിലുമൊക്കെയുള്ള ആദിവാസി മേഖലകളിലെല്ലാം നിങ്ങൾ അറിയണം, ഇന്ത്യയിലെ പട്ടികവർഗ മണ്ഡലങ്ങൾ മുഴുവൻ ഇന്ന് കോൺഗ്രസിനോടൊപ്പമല്ല, നരേന്ദ്രമോദിയോടൊപ്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ അണിനിരക്കുന്നതല്ല. അധികാരം പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും എത്തിച്ചു കൊടുത്തു. കോൺഗ്രസ് എന്താ ചെയ്തത്? ദ്രൗപദി മുർമു എന്ന് പറയുന്ന ഒരു വനവാസി സഹോദരിയെ, നിങ്ങളെപ്പോലുള്ള ഒരു കുടിലിൽ ജനിച്ച, ഒരു പാവപ്പെട്ട കോളനിയിൽ ജനിച്ച ദ്രൗപദി മുർമു എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ആണവ ബട്ടൺ അമർത്താനുള്ള അധികാരം നരേന്ദ്രമോദി അവർക്ക് കൽപ്പിച്ചു കൊടുത്തപ്പോൾ കോൺഗ്രസ് അവരെ കളിയാക്കുകയായിരുന്നു, അവരെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുകയായിരുന്നു. അതാണ് പട്ടികവർഗക്കാരോടുള്ള കോൺഗ്രസിന്റെ സമീപനം. പ്രിയപ്പെട്ടവരെ, വയനാടൻ ജനത ഇത് മറക്കരുത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, എന്താണ് കേരളത്തിലെ അവസ്ഥയെന്ന്. കേരളത്തിലിപ്പോ LDFും UDFും തമ്മിൽ വെറുതെ ഒരു മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആൾക്കാരോട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത്? നിങ്ങൾ ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ രണ്ടുപേരെ അവശേഷിക്കുന്നുള്ളൂ പ്രധാനമായിട്ടും. ഒന്ന് ഈ ഇടതു മുന്നണിയും ഒന്ന് കോൺഗ്രസും. ഈ ജാഥ തുടങ്ങിയ ദിവസം ഇന്ത്യ മുന്നണിയുടെ കൺവീനർ ബീഹാറിൽ നിന്ന് രാജിവെച്ച് മോദിയോടൊപ്പം വന്നിരിക്കുന്നു. ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാവ് മമതാ ബാനർജി അവർ കോൺഗ്രസിന് സീറ്റ് കൊടുക്കില്ലെന്ന് പറയുന്നു. ഇന്ത്യ മുന്നണിയുടെ പ്രമുഖ നേതാവായിരുന്ന അഖിലേഷ് യാദവ് കോൺഗ്രസിന് 5 സീറ്റേ കൊടുക്കൂ എന്ന് പറയുന്നു. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് നടക്കുന്നത്? CPIക്കാരോടും CPMമാരോടും ഞങ്ങൾ പറയുന്നു, നിങ്ങൾ മാറി നിന്നാൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്നാൽ രാഹുൽ ഗാന്ധിയോട് മത്സരിക്കാൻ നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ല, നിങ്ങൾക്ക് നിലപാടില്ല. രാഹുൽ ഗാന്ധിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി വയനാട് ജില്ലയിൽ, വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കും. ഞാൻ BDJSന്റെ നേതാക്കന്മാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ യോഗത്തിൽ, ഇത്തവണ വയനാട് പാർലമെന്റ് നിങ്ങൾ ഞങ്ങൾക്ക് വിട്ടുതരണം, പകരം ഒരു മണ്ഡലം നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. ഇടതുമുന്നണി മാറി നിൽക്കണം വയനാട്ടിൽ. നിങ്ങൾ ഒരേ മുന്നണിയുടെ വക്താക്കളാണ്. ഇടതുമുന്നണി മാറി നിന്നാൽ ഭാരതീയ ജനതാ പാർട്ടി രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ഏറ്റുമുട്ടി വയനാട്ടിലെ ശക്തമായ മത്സരം NDAയും കോൺഗ്രസും തമ്മിലായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ അർദ്ധ മനസ്സോടെ രാഹുൽ ഗാന്ധിയെ പിണക്കാനും വയ്യ, ഇണക്കാനും വയ്യ. ഇനി അഥവാ തെരഞ്ഞെടുത്ത് ഡൽഹിയിൽ പോയാൽ നിങ്ങളുടെ മുന്നണിയിലിരിക്കുന്ന നടപടി വിചിത്രമായ സഖ്യമാണ്. മാറി നിൽക്കണം ഇടതുമുന്നണി. 19 സീറ്റിൽ നിങ്ങൾ മത്സരിച്ചോ, പക്ഷെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ നിങ്ങൾ മാറി നിൽക്കണം. അവിടെ ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണ് അമേഠിയിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ കണ്ടം വഴി ഓടിച്ചത്. അതുപോലെ രാഹുൽ ഗാന്ധിയെ വയനാട് നിന്ന് കെട്ടുകെട്ടിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യം. പ്രിയപ്പെട്ടവരെ, കേരളത്തെ വഞ്ചിക്കുകയാണ്. ഈ രണ്ടുപേരും ചേർന്ന് കേരളത്തെ വഞ്ചിക്കുക. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ വലിയ തോതിൽ ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. പാവപ്പെട്ടവന്റെ പാർട്ടി എന്നാണ് പറയുന്നത്. നേരം വെളുക്കുന്നവരെ കക്കുക.
പിണറായി വിജയൻ ആലിബാബയും 41 കള്ളന്മാരും എന്ന് പറയുന്നത് പോലെ പിണറായി വിജയനും 20 കള്ളന്മാരും ചേർന്ന് കേരളത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ മാത്രമാണോ? മക്കളും മരുമക്കളും ഒരു കുടുംബത്തിന്റെ കമ്പനിയായി, പിണറായി വിജയൻ കുടുംബത്തിന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി കേരളത്തെ മാറ്റിയിരിക്കുകയാണ് പിണറായി വിജയൻ. മാസപ്പടി, നോക്കുകൂലി എല്ലാം മകനെ നിനക്ക് വേണ്ടി എന്ന് പറയുന്നത് പോലെ പിണറായി വിജയൻ എപ്പോഴും മകളെ നിനക്ക് വേണ്ടി എന്നാണ് പറയുന്നത്. ഈ നാട്ടിൽ എന്ത് കരാറുണ്ടായാലും മകൾ അവിടെ IT സേവനങ്ങൾ മകളാണ്. അത് ഊരാളുങ്കലിൻ്റെ IT സേവനമായാലും മകള്, അത് കരിമണൽ കർത്തയുടെ IT സേവനമായാലും മകള്, അത് ലോകത്തുള്ള കേരളത്തിലെ ഏത് കുത്തക കമ്പനികളുടെ IT സേവനമായാലും സേവനമൊന്നും കൊടുക്കുന്നില്ല, സേവനം ഇങ്ങോട്ട് വാങ്ങുകയാണ്. കണക്കില്ല, വരയില്ല. 1.72 കോടി രൂപ കണക്കിൽ വാങ്ങിയെന്നാണ് പറയുന്നത്. കമ്പനി പറയുന്നത് 96 കോടി രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നാണ്. അന്വേഷണം അട്ടിമറിക്കാൻ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അഭിഭാഷകരെ വെക്കുകയാണ് പിണറായി വിജയൻ. അഴിമതിയുടെ അപ്പോസ്തലനായി മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നത് ശ്രീ പിണറായി വിജയന്റെ പേരായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രിയപ്പെട്ടവർ, ആ പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ 8 കൊല്ലം ഈ നാട്ടിലെ ജനങ്ങളെ ദ്രോഹിച്ചു. അവർക്ക് ചുട്ട മറുപടി കൊടുക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. ഈ കോൺഗ്രസിനെ വിശ്വസിക്കാൻ 400 സീറ്റിലധികം നേടി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി 3ാം തവണയും നരേന്ദ്ര ദാമോദർ ദാസ് മോദി അധികാരത്തിൽ വരും. ആ സമയത്ത് കേരളത്തിന് അതിൻ്റെതായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയണം, അതിൽ പങ്കാളിത്തം നിർവഹിക്കാൻ കഴിയണം. കേരളം രാഷ്ട്രീയത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളപ്പെടാതിരിക്കണം, വികസനത്തിന്റെ പുറമ്പോക്കിലേക്ക് തള്ളപ്പെടാതിരിക്കണമെങ്കിൽ മോദിയെ പിന്തുണയ്ക്കുന്ന ജനപ്രതിനിധികൾ ഉണ്ടാവണം കേരളത്തിൽ. അങ്ങനെയുള്ള ജനപ്രതിനിധികളുടെ കൂട്ടത്തിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഒരു ജനപ്രതിനിധിയെ പാർലമെന്റിലേക്ക് അയക്കാൻ നമ്മൾ തയ്യാറാവണം. അതിനുള്ള പദയാത്രയാണ് കേരള പദയാത്ര. ഇത് മോദിയുടെ ഉറപ്പ്. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ഗ്യാരണ്ടിയെ പോലെയല്ല. പിണറായി വിജയൻ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്. മോദി പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്. മോദി ചെയ്യാൻ സാധിക്കുന്നതേ പറയുള്ളൂ എല്ലാ കാര്യങ്ങളും. അയോധ്യയിൽ രാമക്ഷേത്രം പണിയുമെന്ന് പറഞ്ഞു, മന്ദിർ വഹിം ബനായേങ്കി എന്ന് പറഞ്ഞു, വഹിം ബനായേങ്കി എന്ന് പറഞ്ഞു. അവിടെ പണിയും, അവിടെ തന്നെ പണിയുമെന്ന് പറഞ്ഞു. നരേന്ദ്രമോദിയുടെ കാലത്ത് അയോധ്യയിൽ പവിത്രമായ രാമക്ഷേത്രം ഉയർന്നു. കാശ്മീരിന്റെ 370-ാം വകുപ്പ് ഏത് കൊലകൊമ്പൻ പറഞ്ഞാലും അത് എടുത്തു മാറ്റുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. അത് എടുത്തു മാറ്റാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു. കാശ്മീരിനെ വിഭജിച്ച് 3 സംസ്ഥാനങ്ങളാക്കി മാറ്റുമെന്ന് പറഞ്ഞു, അത് മാറ്റിയിരിക്കുന്നു. ഈ രാജ്യത്ത് പട്ടിണി മാറ്റുമെന്ന് പറഞ്ഞു, പട്ടിണി മരണം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. എല്ലാവർക്കും കുടിക്കാൻ വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞു, കൊടുത്തു. എല്ലാവർക്കും ഗ്യാസ് സിലിണ്ടർ കൊടുക്കുമെന്ന് പറഞ്ഞു, കൊടുത്തു. എല്ലാവർക്കും ഭക്ഷ്യധാന്യങ്ങൾ കൊടുത്തു, എല്ലാവർക്കും മരുന്ന് കൊടുത്തു, എല്ലാവർക്കും വാക്സിൻ കൊടുത്തു. സൗജന്യമായ നിരവധി കാര്യങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞതെല്ലാം കൊടുത്ത പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയിലുള്ള വിശ്വാസമാണ് മോദിയുടെ ഗ്യാരണ്ടി. ആ മോദിയുടെ ഗ്യാരണ്ടി വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഈ ഇരിക്കുന്ന പല ആളുകളും, എൻ്റെ മുമ്പിലിരിക്കുന്ന പല ആളുകളും ഇന്ന് പുതുതായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേർന്നിരിക്കുന്നത്. ഇത് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മാറ്റമാണ്. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ് 2024 പൊതു തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ആ ഗ്യാരണ്ടി ഓരോ പൗരന്മാരിലും എത്തിക്കാനുള്ള ഈ യാത്രയാണ് കേരള പദയാത്രയെ വരവേൽക്കാൻ ഇവിടെ എത്തിയ എല്ലാ സഹോദരി സഹോദരന്മാർക്കും പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി എൻ്റെ പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ബോലോ ഭാരത് മാതാ കി. അടുത്തതായി ആദരവ് സമർപ്പണമാണ്. തൻ്റെ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് അകക്കണ്ടുകൊണ്ട് കാവ്യസമ്പന്നമായ ജീവിതത്തിനുടമയും നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ളതുമായ വയനാടിൻ്റെ പ്രിയ കവയിത്രി നിഷ PS മൊമൻറ്റം സമർപ്പിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ ശ്രീ AP അബ്ദുൽകുട്ടി അവരെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ വയനാടിൻ്റെ കവയിത്രി നിഷ PS ക്ഷണിക്കുന്നു.
നിഷ PS വയനാടിൻ്റെ പ്രിയ കവയിത്രിയാണ്. തൻ്റെ ജീവിത പരിമിതികൾക്കിടയിൽ അകക്കണ്ടുകൊണ്ട് ഭാവനാസമ്പന്നമായ കാവ്യജീവിതത്തിൽ ചെറുപ്പകാലം മുതൽ നിരവധിയായ അവാർഡുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള വയനാടിൻ്റെ പ്രിയങ്കരിയായ എഴുത്തുകാരി. വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും സദസ്സിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വിനീത നമസ്കാരം. എൻ്റെ പേര് നിഷ. ഞാൻ കാര്യമ്പാടി മാനിക്കുനി സ്വദേശിയാണ്. 2013 ബ്രെയിനിൽ TBൻ്റെ ട്യൂമർ വന്ന് എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഇപ്പോൾ 7 കവിതാ സമാഹാരം ഞാൻ ഇതിന് ശേഷം എഴുതി. രോഗശയ്യയിലായിരുന്നു എങ്കിലും അതിന് ശേഷം 7 കവിതാ സമാഹാരം എഴുതി. 8ാമത്തെ പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ്. ഒരു ഫണ്ടിൻ്റെ പ്രശ്നം കൊണ്ട് അതങ്ങനെ പുറത്തിറങ്ങാതെ ഇരിക്കുന്നു. മാത്രമല്ല എനിക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായ കൈവല്യ പദ്ധതിയിലൂടെ ഒരു പെട്ടിക്കട കിട്ടി. അത് ഞാൻ തനിയെ നടത്തുന്നു. എനിക്ക് അമ്മയും മോനുമാണുള്ളത്. അവൻ്റെ പപ്പ 2015 മരിച്ചുപോയി. എങ്കിലും രോഗശൈലി ഞാൻ തളരാതെ ഇത്ര കാലം പിടിച്ചു നിന്നു. ഇന്ന് ഈ സ്നേഹാദരവ് ഏറ്റുവാങ്ങുവാൻ സാധിച്ചത് ദൈവകൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഉജ്ജ്വല യോജന, അന്ന യോജന ഉള്ളതുകൊണ്ട് ഞാൻ പട്ടിണി കിടക്കാതെ കഴിയുന്നു. മാത്രമല്ല ഉജ്ജ്വല യോജന പദ്ധതിയിലൂടെ ഗ്യാസ് കണക്ഷൻ കിട്ടി. പിന്നെ ആയുഷ് മിഷൻ്റെ എല്ലാ പദ്ധതികളും കിട്ടിയുണ്ട്. ഈ വലിയ രോഗത്തിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ കിസാൻ സമ്മാന നിധി കിട്ടുന്നതുകൊണ്ട് പെൻഷൻ തരുന്നില്ലെങ്കിൽ പോലും ഞങ്ങൾ ഭലോ ഭാരത് മാതാ കേ. കേരള പദയാത്രയ്ക്ക് ഊഷ്മളമായിട്ടുള്ള സ്വീകരണം വയനാട്ടിൽ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. വയനാട്ടിലെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള മുൻ സംസ്ഥാന അധ്യക്ഷൻ, പാർട്ടിയുടെ ദേശീയ സമിതി അംഗം ശ്രീ CK പത്മനാഭൻ അവരുകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മധുരം കിനിയുന്ന മാതൃഭാഷ മലയാളക്കരയും മറന്നിടുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ തൻ നാവിൻ്റെ തുമ്പിലും കലപില കൂട്ടുന്നു അന്യഭാഷ. ഹൃദയം തുറന്നൊരു സ്നേഹമൊഴി ചൊല്ലുവാൻ മാതൃഭാഷയ്ക്കെത്ര മാധുര്യമേറിടും. ഇത് നമ്മുടെ നേരത്തെ ഇവിടെ വളരെ മധുരമായി നമ്മോട് സംസാരിച്ച നമ്മുടെ സഹോദരി നിഷ PS കവിതാ സമാഹാരങ്ങളിൽ ഒരു 4 വരി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി പാടിയതാണ്. ഇന്നത്തെ ഈ സായാഹ്നം എല്ലാ അർത്ഥത്തിലും വളരെ സമൃദ്ധവും വളരെ സംസ്കാരഭരിതവുമായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ മഹാസമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, നമ്മുടെ കേരളം മുഴുവൻ ഇതിനകം ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ കേരളത്തിൽ വലിയ വിപ്ലവം നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ K. സുരേന്ദ്രൻ, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സംസ്ഥാന ചെയർമാൻ, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന പദയാത്ര നമ്മുടെ വയനാട്ടിൽ ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ വേദിയിൽ പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട AP അബ്ദുള്ളക്കുട്ടി, അതുപോലെ എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവാത്ത നമ്മുടെ ഒരു കാരണവർ പള്ളിയറ രാമേട്ടൻ, അവരെല്ലാം നമ്മുടെ ഈ വേദിയിലുണ്ട്. അതിനേക്കാൾ ഉപരി ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഘടകകക്ഷികളുടെ സമുന്നതരും സമാദരണീയരുമായ നിരവധി നേതാക്കൾ ഈ വേദിയെ സമൃദ്ധമാക്കുന്നതിന് വേണ്ടി ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും പേരെടുത്തു പറയണം എന്ന ഉദ്ഘാടകൻ എന്ന നിലയ്ക്ക് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അബദ്ധവശാൽ വല്ലവരുടെയും പേര് വിട്ടുപോയാൽ അതെൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വലിയൊരു അപരാധമായി തീരുമല്ലോ എന്ന ആശങ്കയുള്ളതുകൊണ്ട് ആ ഒരു സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. ആ സമാദരണീയരായ നേതാക്കളൊക്കെ നമ്മുടെ ഈ വേദിയിലുണ്ട്. ഞാൻ ദീർഘിപ്പിക്കാൻ ഒരു കാരണവശാലും ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ നേതാക്കൾ
കർശനമായ ചില കൽപ്പനകൾ എനിക്ക് നൽകിയിട്ടുണ്ട്. കൃത്യം 6 മണിക്ക് നമുക്ക് പദയാത്ര ഇവിടെ നിന്ന് ആരംഭിക്കണം. കാരണം എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് മുട്ടിൽ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഈ യാത്ര അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ യാത്ര എനിക്ക് ആദ്യമായിട്ട് ഏതാനും കാര്യങ്ങൾ മാത്രമേ വളരെ ഹ്രസ്വമായ വാക്കുകളിൽ കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളൂ. രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ 76ാം രക്തസാക്ഷി ദിനം ആചരിക്കുന്ന ഒരു ദിനത്തിലാണ് നമ്മളെല്ലാം ഈ സായാഹ്നത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ രാഷ്ട്രവും ലോകമാസകലമുള്ള സമാധാനവാദികളും ജനാധിപത്യ വിശ്വാസികളും മനുഷ്യ സ്നേഹികളുമെല്ലാം ആ മഹാത്മാവിൻ്റെ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ ഇന്ന് കാലത്ത് തന്നെ ഹൃദയാഞ്ജലികൾ അർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മഹാത്മജിയുടെ രാമരാജ്യം എന്ന മഹത്തായ സങ്കല്പം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്രയിലാണ് നമ്മൾ ദേശീയ തലത്തിലും അതുപോലെ നമ്മുടെ സംസ്ഥാന തലത്തിലുമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ സുരേന്ദ്രൻ നടത്തുന്ന ഈ യാത്ര ഒരു രാഷ്ട്രീയ യാത്ര എന്നതിനേക്കാൾ അത് നമ്മുടെ കേരളത്തിലെ ജനഹൃദയങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു തീർത്ഥയാത്രയായി ഇതിനകം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 2 യാത്രാ പരിപാടികളിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഈ വയനാടിൻ്റെ മലമുകളിൽ ഈ കൽപ്പറ്റയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞങ്ങളൊക്കെ എത്തിയിട്ടുള്ളത്. അത് കാസർഗോഡ് കഴിഞ്ഞു, കണ്ണൂരിൽ എൻ്റെ ജന്മ ജില്ല എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിൽ ഇന്നലെ കഴിഞ്ഞു. നേരത്തെ ശ്രീ സുരേന്ദ്രൻ തന്നെ ഇവിടെ വിശേഷിപ്പിച്ചതുപോലെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കർമ്മക്ഷേത്രമായിട്ടുള്ള വയനാട്ടിലാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. എനിക്ക് കഴിഞ്ഞ 2 യാത്രാ ഉദ്ഘാടന പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ള ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കും, ഇത്രയും ഒരു മഹത്തായ, ഇത്രയും ഒരു ശ്രദ്ധേയമായ, സന്തോഷം നൽകുന്ന, സാന്ത്വനം നൽകുന്ന ഒരു സമ്മേളനം കഴിഞ്ഞ 2 എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇവിടെ നമ്മുടെ സഹോദരി അവരെ ആദരിക്കുവാനുള്ള ചടങ്ങിന് വേണ്ടി അവരെ വിളിച്ചപ്പോൾ ഏറ്റവും നല്ല നിലയിൽ അതിനോട് പ്രതികരിച്ചിട്ടുള്ള ഒരു സദസ്സാണ് നമ്മുടെ ഈ മുമ്പിലുള്ളത്. അതുകൊണ്ട് ഈ സദസ്സിൻ്റെ സംസ്കാര സമ്പന്നമായ ഈ സദസ്സിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ഞാൻ സാദരം എൻ്റെ ശിരസ് കുനിക്കുകയാണ്. നമ്മുടെ ഈ യാത്ര വളരെ വ്യക്തമായിട്ടുള്ള ചില കർമ്മ പരിപാടികളുടെ അടിസ്ഥാനത്തിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ദേശീയ ജനാധിപത്യ സഖ്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിന് വേണ്ടത്ര ഒരു പ്രഭാവം ചെലുത്താൻ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞിട്ടില്ല. എന്നാൽ സമീപകാലത്തായി കൂടുതൽ അടുക്കും ചിട്ടയോടുകൂടി നമ്മുടെ നാട്ടിലെ വിവിധ പശ്ചാത്തലത്തിൽ നിന്നും രൂപപ്പെട്ട് വന്ന് പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള കുറേ സംഘടനകൾ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ അണിനിരന്നുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ ചെറിയ ചെറിയ അരുവികൾ, ചെറിയ ചെറിയ പ്രവാഹങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഒഴുകിയെത്തി അതെല്ലാം ഒരുമിച്ചൊരു മഹാപ്രവാഹമായി മുന്നോട്ട് പോകുന്നത് പോലെ ഇന്ന് കേരളത്തിൽ ശ്രീ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രവർത്തനം ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പലർക്കും പല സംശയവുമുണ്ട്. കേരളം ഈ ഇടതുപക്ഷ മുന്നണിക്കും ഐക്യജനാധിപത്യ മുന്നണിക്കും തീരെഴുതി കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ വിചാരവും അങ്ങനെയാണ്. അവരുടെയൊക്കെ വാക്കും പ്രവൃത്തിയും മനോഭാവവും കണ്ടാൽ തോന്നും അവർക്കെന്തോ അവരുടെ ഒരു തറവാട്ട് സ്വത്ത് പോലെ ഇവിടെ മറ്റാർക്കും വരാൻ പാടില്ല. ഒരു 5 കൊല്ലം ഞങ്ങളൊക്കെ ഭരിക്കും, പിന്നെ കുറച്ചു കാലം മറ്റേ മുന്നണി ഭരിക്കും. അങ്ങനെ ഈ ഇടതും വലതും മുന്നണികൾ തമ്മിൽ കള്ളനും പോലീസും കളിച്ച് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ നിരന്തരമായി കബളിപ്പിക്കുന്ന ഒരു രീതിയാണ്, ഒരു രാഷ്ട്രീയ രീതിയാണ് അവർ ചിരകാലമായി നമ്മുടെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ സ്വീകരിച്ചിട്ടുള്ളത്. അവരെ ഇനി ആ വഴിക്ക് നീങ്ങാൻ വേണ്ടി നമുക്ക് അനുവദിക്കാൻ സാധ്യമല്ല. ഈ 2 കൊള്ളക്കാരുടെ മുന്നണികൾ, ഇടതും വലതും മുന്നണികൾ, അവരിപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ രഹസ്യ സഖ്യമുണ്ടാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് പരസ്യമായി അവർ സഖ്യത്തിൽ ഏർപ്പെട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തെ പരാജയപ്പെടുത്തുവാനുള്ള വഴികളാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അവർ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ ഒരു സഖ്യമുണ്ടാക്കിയത്. പക്ഷേ ഒരു വലിയ അത്ഭുതം എന്താണെന്ന് പറഞ്ഞാൽ ജനിക്കുന്നതിന് മുമ്പേ മരിച്ചുപോയ ഒരു മുന്നണിയാണ് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി. ഇത്രമാത്രം വേഗത്തിൽ ഇതിന് അകാല ചരമമടയും എന്ന്
നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ആ മുന്നണി ഇപ്പോൾ മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു അവശിഷ്ടമാണ് എന്ന് ഞാൻ പറയുകയാണ്. നമ്മുടെ ഭാരതത്തെ കൊള്ളയടിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇവിടെ നമ്മുടെ നാടിനെ കൊള്ളയടിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയുണ്ടാക്കിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തുടർച്ചയായിട്ടുള്ള അതിൻ്റെ ഒരു ബാക്കി നിൽക്കുന്ന ഒരു അവശിഷ്ടമാണ് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി. അത് മുന്നണിയുമല്ല പിന്നണിയുമല്ല എന്ന തലത്തിലാണ് ഇന്ന് നിൽക്കുന്നത്. എന്നാൽ നാം ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ മുന്നണി സഖ്യം, അങ്ങനെ ഭാരതവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള ഒരു മത്സരം തന്നെയാണ് യഥാർത്ഥത്തിൽ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് നടക്കാൻ വേണ്ടി പോകുന്നത്. വാസ്തവത്തിൽ ഒരു മത്സരം വേണ്ടി വരുമോ എന്ന് തന്നെ ഞങ്ങൾക്ക് സംശയമാണ്. അങ്ങനെ മത്സരിക്കാൻ മാത്രം, ദേശീയ ജനാധിപത്യ സഖ്യത്തോട് മത്സരിക്കാൻ മാത്രമുള്ള കരുത്തും കർമ്മശേഷിയും കാഴ്ചപ്പാടും ഞങ്ങളുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഈ മുന്നണിയല്ലാത്ത മുന്നണിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള വലിയ ഒരു സത്യം. ഇന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞു. നമ്മൾ അവിടെ നിന്ന് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ MP ഇപ്പോഴൊരു യാത്ര നടത്തുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ജോഡോ യാത്ര നമ്മൾ കണ്ടതാണ്, നടന്നു പോവുകയാണ്. ഇപ്പോൾ വളരെ ഒരു ആഡംബര വണ്ടിയിൽ കൂടെയൊന്നും ആരെയും കണ്ടില്ല. ഒരു ഏകാന്ത പതികനെ പോലെ അദ്ദേഹം അങ്ങനെ സഞ്ചരിക്കുകയാണ്. സത്യത്തിൽ ദുഃഖം തോന്നുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വലിയ മനുഷ്യാരവം, ജനപിന്തുണയൊന്നുമില്ല. അങ്ങ് വടക്ക് നിന്ന് ഇങ്ങോട്ട് വരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എവിടെ നിന്ന് എവിടത്തേക്ക് പോയാലും തരക്കേടില്ല. ഒരു പ്രയോജനവും നമ്മുടെ നാട്ടിനും നാട്ടുകാർക്കും ഇല്ലാത്ത ഒരു ആളെ ചുമന്നുകൊണ്ട് നടക്കേണ്ട ഒരു ഗതികേട് നമുക്കെല്ലാം ഉണ്ടായി. പ്രത്യേകിച്ചും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇവിടുത്തെ വയനാട് പാർലമെൻറ്റിലെ ജനങ്ങൾക്ക് പറ്റിയ ഒരു തെറ്റ്, ഒരു കൈക്കുറ്റപ്പാടാണ് വാസ്തവത്തിൽ അദ്ദേഹം വിജയിച്ച് അവിടെ പോയതെന്നുള്ളത്. ഒരു കാഴ്ചപ്പാടുമില്ല, ഒന്നുമില്ല. എല്ലാം വെറുതെ കുട്ടിക്കളിയാക്കി രാഷ്ട്രീയ രംഗത്തെ മാറ്റിയിരിക്കുകയാണ് അവർ. നമുക്കറിയാം, ജോഡോ യാത്ര നടത്തി കാശ്മീരിലെത്തിയപ്പോൾ നമ്മൾ കണ്ടതെന്താ? ഏട്ടനും അനിയനും ഏട്ടത്തെയും കൂടി മഞ്ഞുവാരി കളിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയാണ്, തുള്ളിച്ചാടി കളിക്കുകയാണ്. ഈ കുട്ടിക്കളി നടത്തുന്ന ഈ ആളുകളുടെ കയ്യിൽ ആരെങ്കിലും 143 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഈ മഹാഭാരതത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കുമോ? വിവരമുള്ള ആരെങ്കിലും? ആരും അത് കൊടുക്കുകയില്ല. കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കൊടുത്തതുപോലെയായിരിക്കും ഇവരെ വിജയിപ്പിച്ചയച്ചാൽ എന്നുള്ള സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആ തെറ്റിവിടെ ആവർത്തിക്കുകയില്ല ഇവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങൾ എന്നുള്ളതും ഒരു ശരിയായിട്ടുള്ള കാര്യമാണ്. അതാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും. ഒരു കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ശ്രീ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിൽ അതിൽപ്പെട്ട 15 പ്രതികളെയും തൂക്കിക്കൊല്ലാൻ വേണ്ടി ബഹുമാനപ്പെട്ട കോടതി വിധിച്ചിരിക്കുകയാണ് എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ നാട്ടിലെ നീതിന്യായ കോടതിയിലുള്ള നമ്മുടെ വിശ്വാസം, അതിനോടുള്ള നമ്മുടെ ആദരവ് കൂടിയിരിക്കുകയാണ്. എന്താണ് ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഈ കേരളത്തിൻ്റെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്നുള്ളത് നമ്മൾ വളരെ കരുതലോടുകൂടി ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കേണ്ട ഒരു വസ്തുമാണ്. മതഭ്രാന്തന്മാർ ഇവിടെ അഴിഞ്ഞാടുകയാണ്. ആ മതഭ്രാന്തന്മാർക്ക് കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്ത് ഭാരതത്തിൽ നിന്ന് മാത്രമല്ല, അന്തർദേശീയ തലത്തിൽ നിന്ന് തന്നെ സമ്പത്തും ആയുധ പരിശീലനവും മറ്റുള്ള പിന്തുണയുമെല്ലാം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ മതഭ്രാന്തന്മാരുടെ അഴിഞ്ഞാട്ടത്തിനിടയിലാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയങ്കരനായ ഒരു ഭാരതത്തിൻ്റെ വീരപുത്രൻ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടത്. ആ ശ്രീനിവാസന്റെ കൊച്ചുമകളുടെ ഹൃദയം നുറുങ്ങുന്ന വിലാപം ഇന്ന് കാണാൻ വേണ്ടി കഴിയുന്നു. അവർ പറയുന്നു, എൻ്റെ അച്ഛനെ വീട്ടിനകത്ത് അമ്മയുടെ മുന്നിൽ മകളുടെ ആ കാഴ്ച കാണുന്നവരിൽ പോലും വലിയ തരത്തിലുള്ള പ്രകമ്പനമുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ കുടുംബത്തിന് അവർ നീതി കിട്ടി എന്നവർക്ക് ആ ആശ്വാസം മാത്രമേ ഉള്ളൂ. പക്ഷെ അച്ഛനെ തിരിച്ചു കിട്ടിയിട്ടില്ല. ഈ മതഭ്രാന്തന്മാർ കഴിഞ്ഞാടാനുള്ള വളക്കൂറുള്ള ഒരു രാഷ്ട്രീയ പരിതസ്ഥിതി, ഒരു വളക്കൂറുള്ള മണ്ണ് ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഒരുക്കിയത് ഈ ഇടതുപക്ഷ മുന്നണിയും ഈ കോൺഗ്രസിന്റെ മുന്നണിയുമാണ്. അക്കാര്യത്തിൽ മതഭ്രാന്തന്മാരെ താലോലിക്കുന്ന കാര്യത്തിൽ ഈ രണ്ട് മുന്നണികളും പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു കാര്യം പറയാം, 10 വോട്ടുകൾക്കും ഏതാനും സീറ്റുകൾക്കും വേണ്ടി ഈ മതതീവ്രവാദികളുടെ മതഭ്രാന്തന്മാരുടെ ചെരുപ്പ് നക്കി നടക്കുന്ന നിങ്ങളെ
തെരുവിൽ വെച്ച് ചാട്ടവാറ് കൊണ്ടടിച്ച് അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയുവാനുള്ള കരുത്ത് കേരളത്തിലെ ദേശാഭിമാനികളുടെ ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് തയ്യാറാവേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങൾക്കുള്ള മണ്ണല്ല. ഇത് ആദിശങ്കരന്റെയും ശ്രീനാരായണ ഗുരുദേവന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ചട്ടമ്പി സ്വാമികളുടെയും പണ്ഡിറ്റ് കറുപ്പന്റെയും അതുപോലെയുള്ള ആധ്യാത്മിക ആചാര്യന്മാരുടെ പാദസ്പർശം കൊണ്ട് പാവനമായ ഒരു മണ്ണ്, അതാണ് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണ്. ഇത് മതഭ്രാന്തന്മാർക്ക്, കേരളത്തിലെ ജനങ്ങളെ ഇടതും വലതും മുന്നണികൾക്ക് പന്ത് തട്ടിക്കളിക്കും പോലെ തട്ടിക്കളിക്കാനുള്ള ഒരു പന്തല്ല കേരളം എന്ന് നാം അവർക്ക് താക്കീത്ത് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പലതരത്തിലുള്ള കാര്യങ്ങളുമുണ്ട്. ഞാൻ ദീർഘമായിട്ട് അതിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതാണ്ട് സമയം തീരാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഒരു കാര്യം ഇവിടെ ഇരിക്കുന്ന ആളുകളോട് പറയാം. ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നിയത്, 100 വർഷത്തിന് മുമ്പ് വിശ്വ രംഗത്ത് ഒരു അഗ്നിനക്ഷത്രം പോലെ ജ്വലിച്ചുയർന്ന യോഗീശ്വരനായിരുന്നു, യുവ യോഗിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ആ സ്വാമി വിവേകാനന്ദൻ അന്ന് നടത്തിയിട്ടുള്ള ഒരു പ്രവചനമുണ്ട്. ആ പ്രവചനം 21-ാം നൂറ്റാണ്ട് ഭാരതത്തിൻ്റെ നൂറ്റാണ്ടായിരിക്കുമെന്നാണ്. അങ്ങനെ ഭാരതത്തിൻ്റെ നൂറ്റാണ്ടാക്കി 21-ാം നൂറ്റാണ്ടിനെ മാറ്റാൻ വേണ്ടി നമുക്ക് കിട്ടിയിട്ടുള്ള ഒരവതാര പുരുഷനാണ് നമ്മുടെ പ്രിയങ്കരനായ നരേന്ദ്രമോദി എന്ന് നാം വിശ്വസിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നരേന്ദ്രമോദി നരേന്ദ്രനാഥ് ദത്തയുടെ രാഷ്ട്രീയ അവതാരമാണ്. നിങ്ങളിത് കുറിച്ചു വെച്ചുകൊള്ളൂ. നരേന്ദ്രമോദി ഈസ് എ പൊളിറ്റിക്കൽ ഇൻകാർണേഷൻ ഓഫ് നരേന്ദ്രനാഥ് ദത്ത. ആരാ നരേന്ദ്രനാഥ് ദത്ത? അതാണ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ ആ ചെറുപ്പത്തിലെ പേര് നരേന്ദ്രനാഥ് ദത്ത എന്നായിരുന്നു. ആ സ്വാമി വിവേകാനന്ദൻ്റെ രാഷ്ട്രീയ രൂപത്തിലുള്ള അവതാരമാണ് നരേന്ദ്രമോദി എന്ന് നാം തിരിച്ചറിയുകയാണ്. ഇതാ ഈ ഫെബ്രുവരി 10-11 തീയതികളിൽ അബുദാബിയിലേക്ക് പോവുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി. അവിടെ അത്യന്തം മഹത്തായ രാമക്ഷേത്രം പോലെ തന്നെ അത്യന്തം ഉദാത്തമായ ഭവ്യമായ ഒരു മഹാക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാവുകയാണ്. ആ അബുദാബിയിലെ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിനു വേണ്ടി ഈ ഫെബ്രുവരി 10-11 തീയതികളിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി അബുദാബിയിലേക്ക് പോവുകയാണ്. ലോകം ഭാരതത്തെ വരവേൽക്കുകയാണ്. ഈ ലോകത്തിൻ്റെ നെറുകയിൽ ഭാരതം ഉയരുകയാണ്. ഇന്ന് ഭാരതീയ പൗരൻ, ഇന്ത്യൻ പൗരൻ എന്ന് പറഞ്ഞാൽ ലോകത്തെവിടെയും ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ ജനങ്ങൾ എഴുന്നേറ്റ് നിന്ന് നമുക്ക് സല്യൂട്ട് അടിക്കുന്ന, അഭിവാദ്യം അർപ്പിക്കുന്ന ഒരു നിലയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണഭൂതൻ നരേന്ദ്രമോദിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം വിവേകാനന്ദൻ്റെ രാഷ്ട്രീയ അവതാരമാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതൊരു പരമാർത്ഥമായിരിക്കും. ഇനി വരാൻ പോകുന്ന കാലം അങ്ങനെയാണ്. നമ്മുടെ സഹോദരി ഇവിടെ പറഞ്ഞില്ലേ, അവർക്ക് കിട്ടിയിട്ടുള്ള മോഡി ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ആനുകൂല്യങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെ അവർ അവതരിപ്പിച്ചു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളം കിട്ടിയിട്ടുണ്ട്. പലർക്കും അത് അറിഞ്ഞുകൂടാ നരേന്ദ്രമോദിയുടേതാണെന്ന്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണെന്ന്. അത് പലപ്പോഴും കേരളത്തിലെ ഗവൺമെൻറ് മറച്ചു വെക്കുകയാണ്, ആ സത്യത്തെ തമസ്കരിക്കുകയാണ്, കുഴിച്ചുമൂടിയിരിക്കുകയാണ്. ഇതെല്ലാം മറനീക്കി പുറത്തു വരികയാണ്. നിങ്ങൾ എത്രയെല്ലാം സത്യത്തെ മൂടിവെക്കാൻ ശ്രമിച്ചാലും തൂണിൽ നിന്ന് നരസിംഹത്തിൻ്റെ അവതാരം എവിടെയുണ്ട് എന്ന് ചോദിച്ചല്ലോ ഹിരണ്യാക്ഷൻ. നിങ്ങളുടെ നാരായണൻ എവിടെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, എല്ലായിടത്തുമുണ്ട്, തൂണിലും തുരുമ്പിലുമുണ്ട്. ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ തൂണിലുമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ഗോപുരത്തിൻ്റെ തൂണിന് തൻ്റെ ഗദ കൊണ്ട് അതിശക്തമായ ഒരടി അസുര ചക്രവർത്തി അടിച്ചപ്പോൾ തൂണ് പിളർന്ന് നരസിംഹം അവതരിച്ച് മുന്നിൽ വന്നതുപോലെ ഈ നമ്മുടെ പ്രിയപ്പെട്ട നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ എവിടെയും ഏത് മൂലയിലും ആരുടെ മുമ്പിലും ഒരു അവതാര വരീക്ഷനായി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് കേരളത്തിലും വരും, ഈ പിണറായി വിജയന്റെ മുന്നിലും അത് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിന് കാലത്തിൻ്റെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു കാര്യം കൂടി എനിക്ക് പറയേണ്ടതുണ്ട്. വക്കീലൂടെ പറഞ്ഞു, നമ്മുടെ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേയുടെ സർവേ ആരംഭിച്ചിരിക്കുകയാണ്. 1921 ബ്രിട്ടീഷുകാരാണ് അതിന് തുടക്കം കുറിച്ചത് എന്ന് പറയുന്നു. വർഷങ്ങൾ എത്രയായി അത് മരവിച്ചവിടെ കിടക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ യാത്രക്കാരുടെ, ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ്. ഒരുപാട് സംഘടനകൾ പല കാലങ്ങളിലായി അതിനെക്കുറിച്ചിട്ടുള്ള ആവശ്യങ്ങൾ, നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതവിടെ ഫയലിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അതിന് ജീവൻ വെച്ചിരിക്കുന്നു.
കേന്ദ്ര ഗവൺമെൻറ്, നമ്മുടെ ഗവൺമെൻറ് നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേയുടെ പ്രാഥമികമായ സർവേ, ഏരിയൽ സർവേ തുടങ്ങി. അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെൻറ് പണം നീക്കി വെച്ചിട്ടുണ്ട്. ആ പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സർവേ തുടങ്ങിയിരിക്കുക, പ്രാരംഭ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ, നമുക്ക് വരദാനമായി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, അതെല്ലാം നമുക്ക് പൂർണ്ണമായ അളവിൽ നമ്മുടെ ജനങ്ങൾക്ക് അവരുടെ വീടുകളിൽ, അവരുടെ കൈകളിൽ, അവരുടെ ജീവിതത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ആവശ്യമായ രാഷ്ട്രീയ പരിവർത്തനങ്ങൾ കേരളത്തിലും വരണം. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുഖ്യധാരാ രാഷ്ട്രീയത്തിൻ്റെ വിചാരധാരയിലേക്ക് കേരളത്തെയും കൈപിടിച്ചെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള, ആസൂത്രിതമായിട്ടുള്ള, സുസംഘടിതമായ പ്രവർത്തനങ്ങളാണ് ശ്രീ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ആ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് വരണം. രണ്ട് മുന്നണികളെയും പരാജയപ്പെടുത്തി മുന്നണി വിജയിച്ച ഒരു ചരിത്രം കേരളത്തിനുണ്ട്. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് അവിടെ PC തോമസ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി അവിടെ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് അസാധ്യമായ കാര്യമല്ല, സാധ്യമായ കാര്യമാണ്. ഒരൊറ്റ മനസ്സോടുകൂടി, ഒരു വിപ്ലവ പടയുടെ സ്വഭാവദാർഢ്യത്തോടുകൂടി, ഇച്ഛാശക്തിയോടുകൂടി നാം വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കർമ്മധീരന്മാരായ പ്രവർത്തകന്മാർ രംഗത്തിറങ്ങുവാൻ വേണ്ടി അരയും തലയും മുറുക്കി തയ്യാറാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ഒരു പ്രത്യേക അഭ്യർത്ഥന നടത്തണമെന്ന് നമ്മുടെ ജില്ലാ അധ്യക്ഷനോട് പ്രത്യേകമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടി പറയാം. നമ്മുടെ ഇവിടുന്ന് എൻ്റെ ഈ പ്രസംഗം അവസാനിക്കുന്നതോട് കൂടി പദയാത്ര ആരംഭിക്കുകയാണ്. ഇവിടെ നിന്ന് വരുന്ന, ഇവിടുത്തെ പങ്കെടുത്ത മുഴുവൻ ആളുകളും ആ പദയാത്രയിൽ കുറച്ചുകൂടി അടുക്കൻ ചിട്ടയോടും അച്ചടക്കത്തോടും കൂടി സുസംഘടിതമായി നമ്മൾ ആ പദയാത്രയിൽ എല്ലാവരും അണിനിരക്കണം. താഴെ ഭാഗത്തു നിന്ന് വന്ന തിരിച്ചു പോകാനുള്ള ബസ്സുകളൊക്കെ മുട്ടിലല്ലേ നിർത്തിയിട്ടുള്ളത്? ആ കാര്യം നിങ്ങൾ പ്രത്യേകം അവതരിപ്പിക്കും. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഉടനെ കയറി പോകാമെന്ന് വിചാരിക്കേണ്ട. മുട്ടിലാണ്, അവിടെയാണ് എത്തേണ്ടത്. മുട്ടിലൊരു മർമ്മപ്രധാനമായ സ്ഥലമാണ്. ഭാരതീയ ജനസംഘത്തിൻ്റെ കാലത്ത് ഞങ്ങൾ മുട്ടിൽ മലയിലെ കോൽപ്പാറക്കുന്നിലെ ഒന്നുമില്ലാതിരുന്ന കോൽപ്പാറക്കുന്നിലെ കാട്ടുനായ്ക്കന്മാർക്ക് വേണ്ടി വീരോചിതമായ പോരാട്ടം നടത്തി ചരിത്രം സൃഷ്ടിച്ച ഭാരതീയ ജനസംഘത്തിൻ്റെ പാരമ്പര്യവും കരുത്തും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് നമ്മുടെ പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടി. അതിൻ്റെ കരുത്തനായ അമരക്കാരനാണ് ശ്രീ സുരേന്ദ്രൻ. അദ്ദേഹം നയിക്കുന്ന ഈ പദയാത്രയിൽ വരാൻ പോകുന്ന കുരുക്ഷേത്ര യുദ്ധത്തിലെ വീരശൂര പരാക്രമികളായ ഒരു സൈനിക വ്യൂഹത്തെ പോലെ നമ്മൾ ഓരോരുത്തരും അണിനിരക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. നന്ദി പപ്പേട്ടൻ. വേദിയിൽ എത്തിയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ നേതാക്കൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പാർട്ടിയിൽ സ്വീകരണം ഏറ്റുവാങ്ങാൻ വേണ്ടി നൂറുകണക്കിന് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. സമയപരിമിതി മൂലം അവരെ നേരിട്ട് വേദിയിൽ കൊണ്ടുവന്ന് സ്വീകരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. നമ്മുടെ പദയാത്ര ആരംഭിക്കാൻ പോവുകയാണ്. മുഴുവൻ ആളുകളും ഈ സ്റ്റേജിന്റെ മുൻവശത്തേക്ക് പോകണം. എല്ലാ ആളുകളും ഈ സ്റ്റേജിന്റെ മുൻവശത്തേക്ക് പോകണം. പദയാത്ര